نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വയും ഇഖ്ലാസും ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന അവന്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നമ്മളെല്ലാ ആഴ്ചയും കേൾക്കുന്ന ആയത്തിന്റെ പൊരുളെന്താണ് എന്നാണ് മനസ്സിലാക്കിയത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ലഭിക്കുന്ന കുറേ നേട്ടങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുത്തഖിയായി ജീവിച്ചാൽ നമ്മൾക്ക് എന്താണ് അതുകൊണ്ട് നേട്ടം? ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ എന്താണ് അതുവഴി ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് ലഭിക്കുക? അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോഴാണല്ലോ നമ്മൾക്ക് കൂടുതൽ ഭക്തരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അങ്ങനത്തെ ഒരു ജീവിതത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എപ്പോഴുള്ള പ്രാർത്ഥനയായിരുന്നു അത്. 4 കാര്യങ്ങളാണ് നബി ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 4 കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഹിദായത്തിനെ ചോദിക്കുകയാണ്. പഠിച്ചവനെ, ഹിദായത്ത് കിട്ടിയ ഒരാൾക്ക് എന്താ വേണ്ടത്? വത്തുഖാ, തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണത്. പിന്നെയോ ഇഫ്ഫത്ത് ഉണ്ടായിരിക്കണം. തെറ്റുകളിലേക്ക് പോകാതെ ഹലാലിനെ ഹലാലായും ഹറാമിനെ ഹറാമായും കണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വൽ ഗിന, പിന്നെയോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ധന്യതയുണ്ടായിരിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കണം. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചോദിച്ചിരുന്നു എന്നാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചോദിച്ചിരുന്നു. മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിന്റെ പലയിടങ്ങളിലുമുള്ള പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വ ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, തഖ്വയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മൾ യാത്ര പോകുമ്പോൾ. ഒരു ദീർഘദൂരം യാത്രക്ക് നമ്മൾ പുറപ്പെട്ടാൽ പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഒരു തഖ്വ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ തഖ്വ ചോർന്നു പോകാം? നിർബന്ധ ബാധ്യതകളിൽ നമുക്ക് ഒരുപക്ഷെ കുറവ് സംഭവിക്കാം. നമ്മുടെ നമസ്കാരം കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് ജംഉം ഖസ്റും ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അറിയാതെ നമ്മുടെ നിസ്കാരം അശ്രദ്ധമാകാൻ സാധ്യതയുണ്ട്. പല വിധത്തിൽ
അതും ഒരു ഒറ്റയ്ക്കുള്ള യാത്രയാണെങ്കിൽ ചിലപ്പോൾ മറ്റ് ഹറാമുകളൊക്കെ അറിയാതെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇടപാടുകളിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂൽ എന്താ അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. അള്ളാഹുവേ, ഈ യാത്രയിൽ പുണ്യങ്ങൾ എല്ലാം വേണം റബ്ബേ, വത്തഖ്വ, തഖ്വയും വേണം, വമിനൽ അമലി മാ തർളാ, ചെയ്യുന്ന കർമ്മങ്ങൾ നാഥ നിന്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളായിരിക്കണം ഈ യാത്രയിൽ മുഴുവൻ ഉടനീളം ഉണ്ടായിരിക്കേണ്ടത്. ഒന്നുമില്ല, നമ്മൾ കോഴിക്കോട് വരെ ഒരു യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാള് കാറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുണ്ടെങ്കിൽ പല സംസാരം വരൂലേ? ആ സംസാരത്തിൽ എത്ര പേര് കടന്നു വരും, എത്ര ആൾക്കാർ കടന്നു വരും? നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ഒന്നിച്ചൊരു നാട്ടിലുള്ള ആൾക്കാർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ എന്തായിരിക്കും എപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ അധികവും എന്തായിരിക്കും? അധികവും അവർക്ക് കേട്ട ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അവൻ അവിടെ അന്ന് അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ അത് നടക്കാനുള്ള കാരണം എന്താ നിൽക്കറിയോ? അതാ പറ്റതുകൊണ്ടാണ് ഓനാണ് കാരണക്കാരൻ, ഇങ്ങനെ പറഞ്ഞു എന്തായിരിക്കും? എല്ലാം ഗീബത്തായിരിക്കും അധികവും. എല്ലാമല്ല, അധികവും ചിലപ്പോൾ നമ്മളൊരു സൂക്ഷ്മത പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു അല്പം ശ്രദ്ധ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾ, ഒരു പുണ്യത്തിനായിരിക്കും ചിലപ്പോൾ യാത്ര പോവുക, ഒരു നല്ല ദീനിയായ കാര്യത്തിനായിരിക്കും, മോള നിശ്ചയത്തിനായിരിക്കും. ഇതൊരു പുണ്യല്ലേ? ഒരു ദീർഘകാലം ജീവിതകാലം മുഴുവൻ ഒരു പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഒരു നല്ല ബന്ധത്തിലേക്ക് ഒരാളെ ആക്കി കൊടുത്താൽ അതിലേക്കുള്ള യാത്രയും പുണ്യമാണ്. പക്ഷെ യാത്രയിൽ മുഴുവൻ എന്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക? ഇത്തരം സംസാരങ്ങളായിരിക്കും. അപ്പൊ ഞാൻ പറയണമെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന എത്രമേൽ ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ, ബിർറും തഖ്വയും റബ്ബേ എനിക്ക് വേണമെന്നാണ്. അപ്പോ സഹോദരന്മാരെ, ജീവിതത്തിൽ എപ്പോഴും ചോർന്നു പോകാൻ സാധ്യതയുള്ള കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. രണ്ടാൾ ഒന്നിച്ചുണ്ടായാൽ മതി, തഖ്വ പോകും. അതുകൊണ്ടാണ് സലഫുകൾ എപ്പോഴും അധികവും ഏകാന്തതയെ അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? പലപ്പോഴും ഇത്തരം സംസാരങ്ങൾ അല്ലെങ്കിൽ ഉപകാരപ്രദമല്ലാത്ത സംസാരങ്ങളുള്ള ആള് ജീവിതത്തിലേക്ക് അടുത്തു വന്ന വേഗം കൈയഴുകി പോകുമായിരുന്നു എന്നാണ് അവരുടെ അടുത്തുനിന്ന്. മാത്രമല്ല, എപ്പോഴും നമ്മുടെ സഹോദരൻ അൽ ജലീസ് സ്വാലിഹ്, കൂട്ടുകൂടുന്ന ആളുകൾ, ഒരുമിച്ച് അധികം ഉണ്ടാകുന്ന ആളുകൾ നല്ലവരായിരിക്കണമെന്ന് എന്തിനാണ് ദീൻ പറഞ്ഞത്? നമ്മുടെ സ്വർഗം എടുത്തു കളയാൻ സാധ്യതയുള്ളത് പലപ്പോഴും അവരിലൂടെയാണ് വരിക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെച്ചാൽ തഖ്വ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തഖ്വയിൽ അധിഷ്ഠിതമായി ഭക്തിപൂർവ്വമുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ബലാ മൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? ഒന്നാമത്തെ നേട്ടം അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമുക്ക് ദുനിയാവിൽ വേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടവും പേറി കണ്ണു ചിമ്മുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആശങ്കപ്പെടാനുണ്ടോ? വല്ല ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. അപ്പൊ ജീവിതകാലം എല്ലാത്തിലും എപ്പോഴും അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയ ആളുകൾ, അങ്ങനെ എല്ലാ ആളുകളുണ്ടോ? നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണോ? അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളായാൽ മതി. ബലാമൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖ, അള്ളാഹുവിനോടുള്ള കരാറുകൾ പൂർത്തിയാക്കിയ ഒരാൾ, അടിമകളോടുള്ള കരാറും പൂർത്തിയാക്കിയ ഒരാൾ. നല്ല നിസ്കാരാണ്, നല്ല നോമ്പാണ്, ഒക്കെ ഉണ്ട്, ദിക്റാണ്, 5 വക്തിന് പള്ളിയിലുണ്ട്. പക്ഷെ വാങ്ങിയ കടം ഡേറ്റിന് കൊടുത്തിട്ടില്ല, ഓൻ വിളിച്ചാൽ ഫോൺ എടുക്കൂല, പോയി. അള്ളാഹിനോട് മാത്രം ഉണ്ടായാൽ പോരാ, അടിമകളോട് എന്ത് വേണം? പരസ്പര ജീവിതത്തിൽ ആ ഒരു സൂക്ഷ്മത നമ്മൾക്കുണ്ടായിരിക്കണം. അങ്ങനെ പൂർത്തിയാക്കിയ ഒരാൾ, വത്തഖ, സൂക്ഷ്മത പാലിച്ച ഒരാൾ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഒരു തഖ്വയുടെ പരിധിയിലേക്ക്, പടച്ചവന്റെ മഹബ്ബത്തിന്റെ ഇഷ്ടത്തിന്റെ പരിധിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് നിരന്തരമായി പരിശോധിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ എത്തിയിട്ടുണ്ടോ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടം ഞാൻ കൊതിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചോദിക്കുന്നു പടച്ചവനെ നിന്നോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക, നീ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെയൊക്കെ ഇഷ്ടം എനിക്ക് വേണം. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടം കിട്ടുന്ന കർമ്മങ്ങളായിരിക്കണം എനിക്ക് എപ്പോഴും ഇഷ്ടമുണ്ടാകേണ്ടത്. നമുക്ക് പല കാര്യങ്ങളോടും താല്പര്യമുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമായി മാറുക, അതെന്തിലേക്ക് വഴിതിരിക്കും? അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മളിലേക്ക് വരാൻ വഴിയാകും. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കണം. നമ്മൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. പക്ഷെ ഇത്ര അലാമത്തുകളിലൂടെ, അടയാളങ്ങളിലൂടെ കുറച്ചൊക്കെ സമാധാനിക്കാൻ നമുക്ക് പറ്റും, അല്ലെ? അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയ ആളുകൾ ആരാണ്? അവർ റളിയല്ലാഹു അൻഹും വറളൂ അൻ, ആരാണ്? സ്വഹാബത്താണ്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു ഖാലിദീന ഫീഹാ അബദാ. അവർക്ക് അള്ളാഹയും അള്ളാഹ്ക്ക് അവർ ഇഷ്ടമാണ്. അത് ലിഖിതമാക്കപ്പെട്ട കാര്യമാണ് ഖുർആനിൽ. പക്ഷെ നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ടോ?
ഇത് വളരെ പ്രധാനപ്പെട്ട. എന്താ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ സംഭവിക്കുക? അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ വിളിയാളം നടക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ. അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ട അള്ളാഹ് ജിബ്രീലിനെ വിളിച്ചു പറയും. എന്താ ജിബ്രീലിനെ വിളിച്ചു പറയാ? സുമ്മ യുനാദാ ഫിസ്സമാ ഇന്നല്ലാഹ്, ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ജിബ്രീലിനോട് അള്ളാഹ് പറയും. അപ്പൊ ജിബ്രീൽ ആകാശ ലോകത്ത് മുഴുവൻ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. എല്ലാ മലക്കുകളോടും ജിബ്രീൽ പറയും അത്രേ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. ഇതാ ഇന്ന പ്രദേശത്ത്, ഭൂമിയിലെ ഇന്ന സ്ഥലത്ത്, ഇന്നയിടത്ത്, ആ വെട്ടത്തൂരിലെ ഇന്ന പ്രദേശത്തുള്ള ആ വീട്ടിലെ ആ മനുഷ്യനില്ലേ, അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന വ്യക്തിയുടെ മകൻ ഇന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫഅഹിബ്ബുഹു, നിങ്ങളും അവനെ ഇഷ്ടപ്പെട്ടുകൊള്ളുക. അപ്പൊ മലക്കുകളെല്ലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഫയൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്. അപ്പൊ ഭൂമിയിൽ അവനൊരു സ്വീകാര്യത കിട്ടും. ഭൂമിയിൽ അവന് സ്വീകാര്യത കിട്ടും. എന്താണ് തഖ്വയുടെ പ്രത്യേകത? സലഫുകൾ പണ്ഡിതന്മാർ പറഞ്ഞു, മുത്തഖിയാണോ ആളുകൾക്കൊന്നോട് വിയോജിപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ അംഗീകരിക്കും. അവന്റെ മുഖത്ത് അതിന്റെ പ്രസന്നത വരും. അവന്റെ മുഖത്ത് അതിന്റെ പ്രസന്നതയുണ്ടാകും. യുളാഉ ലഹു ഫി വജ്ഹിഹി, ഉള്ളിൽ തഖ്വയുണ്ടെങ്കിൽ മുഖം പ്രകാശിക്കും. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, മുഖത്തിനൊരു വക്കാറ്, ആ വ്യക്തിയുടെ മുഖത്തിനൊരു വക്കാറ്. അതെന്താണ്? അത് ആ വ്യക്തിയുടെ ഇബാദത്തും തഖ്വയും ഹൃദയം മുഖത്തിലൂടെ പ്രകാശപൂരിതമാകും. എന്ന് വെച്ചാൽ അത് കാണുന്ന വ്യക്തിക്ക് ഒരു ബഹുമാനം, ആദരവ് കൊടുക്കും. അത് അള്ളാഹ് കൊടുക്കുന്നതാണ്. അത് അള്ളാഹ് കൊടുക്കുന്ന ആദരവാണ്. യുളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, ഭൂമിയിൽ അവനൊരു സ്വീകാര്യതയുണ്ടാകും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, അള്ളാഹു പറയും, എനിക്ക് ഇന്ന വ്യക്തിയെ ദേഷ്യമാണ്. മലക്ക് ജിബ്രീൽ ആകാശലോകത്ത് വിളിച്ചു പറയും, അള്ളാഹു ഇന്ന വ്യക്തിയെ ദേഷ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്നല്ലാഹ യുബ്ഗിളു ഫുലാനൻ ഫഅബ്ഗിളൂഹു, അള്ളാഹു അവനെ വെറുക്കുന്നുണ്ട്, എല്ലാവരും അവനെ വെറുത്തുകൊള്ളുക. അപ്പൊ എന്ത് സംഭവിക്കും? ജനങ്ങൾക്കിടയിലൊക്കെ അവനോട് വെറുപ്പായിരിക്കും ഉണ്ടാകുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തഖ്വ തരുന്ന ഏറ്റവും വലിയ നമ്മൾക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് വെച്ചാൽ, ലോകത്താർക്കും നമ്മൾ ഇഷ്ടമല്ലെങ്കിലും, ചിലപ്പോൾ നമ്മൾ ആദർശം കൊണ്ടും നമ്മുടെ നിലപാടുകൾ കൊണ്ടും നമ്മുടെ അഖീദ കൊണ്ടുമൊക്കെ പലർക്കും നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടോ? പക്ഷെ അതൊന്നും നല്ല വിഷയം. ആർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ഏത് വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടം. ഞാൻ ഈ ചെയ്യുന്ന പണിന്റെ പിന്നിൽ പടച്ചോന്റെ സമീപനം എന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പണിയാണോ ഇത്? ഈ സമീപനം റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് തവക്കുലാക്കി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ സ്പോട്ടിൽ നമ്മൾ പിന്മാറാൻ സന്നദ്ധമാകുക. അവിടെ നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം വരും. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ എന്താ? നിങ്ങൾ ഇഷ്ടമുണ്ടായ എന്തുണ്ടാവുക? അള്ളാഹ് കൂടെ ഉണ്ടാവും. അങ്ങനെ ഓർഡറിൽ കുറെ നമ്മളെ പഠിപ്പിച്ചു തരാണ്. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ട എന്താ സംഭവിക്കുക? ലൈഫിന്റെ ഏതൊരു ഘട്ടത്തിലും അള്ളാഹ് കൂടെ ഉണ്ടാവും. സന്തോഷത്തിലും ദുഃഖത്തിലും റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. വേണ്ടപ്പെട്ടവരെന്ന് വിചാരിച്ചാലും നമ്മളെ കൂടെ ഉണ്ടാവും. ഉറപ്പുണ്ട് നമുക്ക്? ഇല്ല. ഈ കൂടെ ഉണ്ടായി തന്നെ ഓൽക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞോളുന്നുണ്ടോ? സ്വന്തം വാപ്പയാണ്, സ്വന്തം ഉമ്മയാണ്, അല്ലേ? ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ അള്ളാഹ് ഇഷ്ടപ്പെട്ട എന്താണ്? അള്ളാഹ് ഏറ്റെടുക്കും. നമ്മൾ ഏതവസ്ഥയിൽ പോയി പെട്ടാലും അള്ളാഹ് നമ്മളെ ഏറ്റെടുക്കും. അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. അള്ളാഹുവിന്റെ മഅയ്യത്ത്, സാമീപ്യം ആരുടെ കൂടെയാണ്? അള്ളാഹിനെ സൂക്ഷിച്ചവരുടെ കൂടെയാണ്. അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, വഅലമൂ, നിങ്ങൾ അറിയണം. വെറുതെ പറയല്ല, അള്ളാഹ് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്തൊരു ഗഹനമായ പ്രയോഗമാണ് ഖുർആന്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹ് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കാൻ. വഅലമൂ, നിങ്ങൾ അറിയണം. എന്താ നിങ്ങൾ അറിയേണ്ടത്? അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തഖ്വയുള്ളവരുടെ കൂടെയാണ് കേട്ടോ റബ്ബ് എന്ന് നിങ്ങൾ അറിയണം. അല്ലേ? നമ്മൾ തഖ്വ പാലിക്കുന്ന ആൾക്കാരാണോ? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാരാണോ? നമ്മുടെ ഇബാദത്തുകളിൽ സൂക്ഷ്മത എവിടെ വേണ്ടത്? ഒരിടത്ത് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും വേണം. ഇബാദത്തിൽ വേണം സൂക്ഷ്മത, കർമ്മങ്ങളിൽ വേണം, ഇബാദത്തുകളിൽ വേണം സൂക്ഷ്മത, വിശ്വാസത്തിൽ വേണം സൂക്ഷ്മത, പെരുമാറ്റത്തിൽ വേണം സൂക്ഷ്മത. അല്ലേ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട്. ഇടപാടുകളിൽ സൂക്ഷ്മതയുണ്ട്, ബന്ധങ്ങളിൽ സൂക്ഷ്മതയുണ്ട്. എന്തിലെല്ലാം സൂക്ഷ്മത വേണം? ഇങ്ങനെ സൂക്ഷിച്ച ഒരാളെ അള്ളാഹ് ഇഷ്ടപ്പെടുമെന്നാണ്. ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് അവന്റെ കൂടെ നിൽക്കും. ഒരു പ്രയാസവന് വന്നോ, റബ്ബ് അവന്റെ കൂടെ നിൽക്കും. പരീക്ഷണങ്ങളൊക്കെ പടച്ചും തരും. അതും നമ്മളെ തഖ്വ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, എന്നിട്ട് എന്താ അള്ളാഹുവിന് കുറെ പരീക്ഷണം കൊടുക്കണ്ടല്ലോ. അള്ളാഹ് നോക്കാൻ എവിടെ തെറ്റും, അവന്റെ സൂക്ഷ്മത എത്രത്തോളം ഉണ്ട്. ആരെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്? നമ്മളെയാണോ? അല്ല. ഏറ്റവും വലിയ പരീക്ഷണം ആർക്കാണ്? അശദ്ദുൽ ബലാ അൽ അംബിയ, അംബിയാക്കൾക്കാണ്. നമ്മൾ ആരെയും മോനറക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിക്കണോ? നമ്മളെ മോനറക്കാൻ നമ്മളോട് പറഞ്ഞിക്കണോ?
പറഞ്ഞിട്ടില്ല. ആരെ മോനെ ഇറക്കാൻ പറഞ്ഞത്? ഇബ്രാഹിം നബിന്റെ മോനാണ് ഇറക്കാൻ പറഞ്ഞത്, അല്ലേ? അതാണ് പൂർത്തിയാക്കിയപ്പോ ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാം പൂർത്തിയാക്കി. അപ്പോഴാണ് ഖലീൽ എന്നുള്ള പേര് കിട്ടിയത്. നമ്മളെ പ്രവാചകന്മാരത്ര ഒരാളും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ അവരെങ്ങനെയാണ് നിലപാട്, റബ്ബുമായുള്ള ബന്ധം എങ്ങനെയുള്ള പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അള്ളാഹു സഹായിച്ചു. വിശുദ്ധ ഖുർആൻ ബദ്റിൽ അള്ളാഹ് സഹായിച്ചതിനെ കുറിച്ച് പറയണില്ലേ? ബദ്റിൽ സഹായിച്ചു എന്നുള്ള ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ രംഗം അള്ളാഹു പിന്നീട് എടുത്തു പറയുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തില് അള്ളാഹ് നിങ്ങളെ ബദ്റിൽ സഹായിച്ചില്ലേ? അള്ളാഹ് നിങ്ങളെ സഹായിച്ചു. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫത്തഖുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. സൂക്ഷ്മത കൊണ്ടാണ് അവർക്ക് ആ സഹായം കിട്ടിയത്. സഹായം കിട്ടുമ്പോൾ മറക്കരുത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ ഓരോ അനുഗ്രഹത്തിലൂടെയും കടന്നു പോകുമ്പോൾ തഖ്വയായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. തഖ്വയായിരിക്കണം നമ്മുടെ മുന്നിലെ വെളിച്ചം. ആ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ തഖ്വ ഉണ്ടോ, സൂക്ഷ്മത ഉണ്ടോ, ഒരു ഭയം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഒരു പേടി ഉണ്ടാവില്ല, ഒന്നിനെയും ഭയം ഉണ്ടാവില്ല. എന്താണ്? ആരെ മാത്രമേ ഭയം ഉണ്ടാകുള്ളൂ? അള്ളാനെ മാത്രമേ ഭയം ഉണ്ടാവുള്ളൂ. അവിടെയാണ് പലപ്പോഴും തെറ്റിപ്പോവുക. ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിന്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ എന്തെന്ന് വെച്ചാല് ചില വാക്കുകളൊക്കെ നമ്മളെ കണ്ട് വീടുണ്ടാക്കുന്ന സമയത്ത് അവസാനം ഒക്കെ റെഡിയായി ആ കന്നിമൂലമാണ് കുടുങ്ങും, അല്ലേ? എല്ലാവരും അങ്ങോട്ട് പറയുമ്പോ എന്നാ പിന്നെ അതങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. നമുക്ക് അത് നിസ്സാരമായ സംഗതിയല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. എന്താ ഈ കന്നിമൂല എന്ന് പറഞ്ഞാല്? എന്താ കന്നിമൂല എന്ന് പറഞ്ഞാല്? ഈ തെക്ക് പടിഞ്ഞാറ് മൂല, അവിടെ നല്ലത് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്നാണല്ലേ? അവിടെ ബാത്റൂം പറ്റൂല, അവിടെ മറ്റേത് പറ്റൂല. അതൊക്കെ എന്താണ്? എവിടുന്നത് വന്നത്? എവിടുന്നാണ് പ്രവാചകന്റെ ഉമ്മത്തിലേക്ക് വിശ്വാസം കയറി വന്നത്? എവിടുന്നാ വന്നത്? കാബക്ക് ഒരു കന്നിമൂലുണ്ടോ? നിങ്ങൾ നോക്കിയിട്ടില്ല? കാബ പോയിട്ടില്ല നിങ്ങൾ? ഉണ്ടാകണമെങ്കിൽ ആദ്യം ആ വീടിനല്ലേ ഇത് ഉണ്ടാകേണ്ടത്? അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ആദ്യം സൃഷ്ടിക്കപ്പെട്ട ഭവനം ബക്കയല്ലേ? അതിനൊരു കന്നിമൂലുണ്ടോ? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ പോരുന്നതല്ലേ? ഓരോ ഉമ്മത്തിന് പ്രത്യേകം ഉണ്ടാവണമല്ലോ. എല്ലാ പ്രവാചകന്മാരും ഒരേ വിശ്വാസത്തിലായിരുന്നു. കാബക്ക് കന്നിമൂലുണ്ടോ? എവിടുന്നത് ഉണ്ടായത്? അവിടെ ഒരു ദേവി കുടിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ വേണ്ടാത്തരം വന്നാല് ദേവിക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ വിശ്വാസം. കന്നിമൂലയില് ഹൈന്ദവ പുരാണങ്ങളില് കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂല, അതവരുടെ പ്രത്യേക ദേവിയുടെ കണ്ണുനീർ ഉറ്റി വീണ് മറ്റൊരു ദേവി കുടിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നല്ല ബെഡ്റൂമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെ ബാത്റൂമോ അവിടെ അത്തരം ടോയ്ലറ്റിന്റെ കുഴിയൊക്കെ കുത്തിയാല് അത് ദേവിക്ക് പ്രശ്നമാണ്. എവിടുന്നാണ് സുഹൃത്തുക്കളെ ഉമ്മത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഇത്തരം വിശ്വാസങ്ങൾ കടന്നു വന്നത്? മനസ്സിലായി നിങ്ങൾക്ക് നമ്മളെ തഖ്വ പോണ വഴി? ഈ വിശ്വാസം ആരുടെ വിശ്വാസമാണ്? ഇത് ഉമ്മത്തിനെ റസൂല പഠിപ്പിച്ച വിശ്വാസമാണോ? എന്നിട്ട് ഇതിനെ നമ്മളാണ് കോംപ്രമൈസ് ആകുക. നമ്മൾ എന്തിനാ കോംപ്രമൈസ് ആയത്? നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവിശ്വാസത്തിൽ കൊണ്ടുപോയാണ് കൂട്ടിക്കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മളാണ് കോംപ്രമൈസ് ആക്കി കൊടുത്തു. അതാണ് സംഭവിച്ചത്. ഒരിക്കലും വിശ്വാസികൾ ഉണ്ടാകരുത്. അതോടുകൂടെ നമ്മളെ വിശ്വാസം ചോർന്നുപോയി. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ അറിയണം, അല നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ വലിയുകളില്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കളില്ലേ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരാരാ? അവർക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കൊരു ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഉണ്ടാവില്ല. ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധി വന്നിറങ്ങിയാലും സങ്കടം ഉണ്ടാവും. പക്ഷേ അള്ളാനെ പഴി പറയുന്ന, വിശ്വാസത്തിന് പഴച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ സങ്കടം അവരെ കൊണ്ടെത്തിക്കൂല. ഭയം ഉണ്ടാകും. മനുഷ്യന്മാരാണെങ്കിൽ ഭയം ഉണ്ടാകും. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന, അള്ളാഹുവിലുള്ള പ്രതീക്ഷയിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു ഭയം അവർക്കുണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാകാത്തത്? അള്ളാഹ് പറയാണ്, അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. എന്താണ് അവർ വിശ്വസിച്ചത്? മയഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. മയഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അള്ളാഹ് ഒന്ന് തടഞ്ഞു വെക്കണം തീരുമാനിച്ചാല് പിന്നെ ആർക്കും അത് കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഒരാൾക്കും ഒരു സംഗതി കൊടുക്കണം എന്ന് വിചാരിച്ചാല് ഒരാൾക്കും തടയാൻ കഴിയില്ല. അള്ളാഹ് രോഗം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാല് അതുണ്ടാവും. പിന്നെ അതിനെ ക്ഷമിച്ച് സഹിച്ച് പ്രാർത്ഥിച്ച് ശിഷ്ടകാലം ജീവിക്കുക. എന്തുകൊണ്ട്? ഈ ഭൂമി ഇത്രയേ ഉള്ളൂ. അതിൽ നമ്മക്കല്ല അവസാനം വിധിച്ചത് പോകാൻ രോഗമാണ്. പോയി
ശാശ്വതമായ ലോകം അപ്പുറത്താണ്. അതിലേക്കുള്ള വഴി അതാണ്. നമുക്കൊരു അനുഗ്രഹം തരാൻ വേണ്ടി വിചാരിച്ചു, എല്ലാവരും ഞമ്മക്കെതിരാണ്. തടയാൻ പറ്റുമോ? തടയാൻ പറ്റൂല. അള്ളാഹ് പറയാൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. അള്ളാഹ് തടഞ്ഞു വെക്കാൻ വിചാരിച്ച ഒരാൾക്കും തരാനും കഴിയില്ല. അള്ളാഹ് തരാൻ വിചാരിച്ചത് ഒരാൾക്കും തടയാനും കഴിയില്ല. കഴിയില്ല. അതാണ് അവന്റെ വിശ്വാസം. അല്ലദീന ആമനു, വിശ്വസിച്ചവരാണവർ. ആരെ വിശ്വസിച്ചവരാണവർ? അള്ളാഹുവിനെ വിശ്വസിച്ചവരാണവർ. അതുകൊണ്ട് അവർക്കൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർക്കൊന്നിനും അമിതമായ ദുഃഖമല്ല, അമിതമായ ഭയവുമില്ല. ആര്? അള്ളാന്റെ വലിയുകൾ. വകാനൂ യത്തഖൂൻ, അവരാരാണ്? അവർ വിശ്വാസികൾ മാത്രമല്ല, അവർ മുത്തഖീങ്ങളാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്താണ്? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അലീം. ശരിക്ക് കേട്ടോളൂ ആയത്ത്. എന്താണ് ആയത്ത്? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അവർക്ക് ഈ ദുനിയാവിലും സന്തോഷ വാർത്തയുണ്ട്, ആഖിറത്തിലും സന്തോഷ വാർത്തയുണ്ട്. എന്താ ദുനിയാവിലെ സന്തോഷ വാർത്ത? ദുനിയാവിലെ സന്തോഷ വാർത്ത, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു മിൻകും ബിൽ ഖൗലി സാബിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? അല്ലാഹ് സ്ഥിരത തരും. ധൈര്യക്കാരൻ മനസ്സിൽ ധൈര്യം ഉണ്ടാവും, പേടിക്കൂല. ഒരു കന്നിമൂല്യം പേടിക്കൂല. മനസ്സിലായോ? കുട്ടി രാത്രി വാവിട്ട് കരഞ്ഞാല് എങ്ങോട്ടും പോകൂല. എന്തുകൊണ്ടാ പോകാത്തത്? അല്ലാഹുവാണ് അഅ്ലം, ഹുവൽ അലീം. അല്ലാഹുവാണ് അലീം. ആരാണ് അക്ബർ? അല്ലാഹുവാണ് അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ അക്ബറായ ഏറ്റവും ഉന്നതനായ അള്ളാഹുവിനെക്കാളും വേറൊരാളുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടുന്നത് വേറെ ആളിൽ നിന്ന് കിട്ടുമോ? കിട്ടൂല. ആ ബോധം മനസ്സിലുള്ള ഒരാള് പിന്നെ വേറെ എടുക്കലും ഓടൂല. പിന്നെ എന്താ അവിടുന്ന് കിട്ടാൻ പോണത്? ഏതെങ്കിലും കേന്ദ്രത്തിൽ പോയാല് നമ്മളെ സമാധാനിപ്പിക്കലുണ്ടോ? നമ്മളൊരു ആശങ്കപ്പെട്ട് അസ്വസ്ഥനായി ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പോയാൽ എന്താ പറയാ? പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഇന്നതും ചെയ്ത് നീക്കണം എന്നാ പറയാം, അല്ലേ? അല്ലെങ്കിൽ അതുണ്ടായാല് പെരയിൽ ചില ആൾക്കാരൊക്കെ ജീവിതത്തിന് പ്രശ്നമുണ്ട്. ഏതെങ്കിലും കേന്ദ്രത്തിൽ പോയിട്ട് സമാധാനത്തിൽ തിരിച്ചു കൊടുക്കണമെന്നുവരെ നമ്മളെ പേടിപ്പിച്ചിട്ട് ഓല അന്ധവിശ്വാസത്തിന്റെ ചരട് നമ്മളെ കയ്യിൽ കെട്ടിച്ചിട്ട് തിരിച്ചു വിടുള്ളൂ. വിശ്വാസിയാണെങ്കിലോ മായം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖളൈത്. ഉള്ളിലുള്ളവൻ എന്താണ് പേടി? പൈശാചികമായ പ്രേരണ ഉണ്ടെന്നാ പറയാം. ഉണ്ട്, യാതൊരു സംശയമല്ല. ആരാ പറഞ്ഞ പൈശാചികമായ പ്രേരണ അല്ല? നമ്മൾ പെരേക്ക് നടന്നു പോകുമ്പോഴേ പിന്നാലെ മൂപ്പര് വരുന്നുണ്ട്, ബിസ്മി ചൊല്ലിക്കാരെ അവിടെ നിൽക്കും, വീട്ടിൽ വാതിലുണ്ടാവില്ല എന്നാണ്. അപ്പൊ ശൈത്താൻ അല്ലാന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. പൈശാചിക പ്രേരണല്ല. ശൈത്താൻ ഉപദ്രവിക്കും ശൈത്താൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിനോട് ശൈത്താൻ ഇബ്ലീസ് എടുത്ത കരാറാണ്. ഞാൻ അവരുടെ മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും വലതു ഭാഗത്തുകൂടെയും ഇടതു ഭാഗത്തുകൂടെയും ഞാൻ അവരിലേക്ക് വരും. ശൈത്താൻ പറയാൻ എന്താ പറഞ്ഞത്? വലാ തജിദു അക്സറഹും ശാകിരീൻ. അധികാളം നന്ദില്ലാത്തോലേക്കാരോലും ശൈത്താൻ നമ്മൾ ഉപദ്രവിക്കും. ശാരീരികമായിട്ട് ഉപദ്രവിക്കും, മാനസികമായിട്ട് ഉപദ്രവിക്കും, അല്ലേ? അതുകൊണ്ടാണ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഒരു സംശയമല്ല, ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവും. പക്ഷെ എങ്ങനെ അതിനെ തടയും? അതിനെ തടയേണ്ടത് അവിടെ പോയി കെട്ടിയിട്ടല്ല തടയേണ്ടത്. അവിടെ പോയി കെട്ടിത്തടഞ്ഞാൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ഏലസ് കെട്ടിയാല് ഓൻ ശിർക്ക് ചെയ്തു. എന്താ കെട്ടിയ മാറും? അതെങ്ങനെ അർത്ഥം? എന്തുകൊണ്ടാ മാറുന്നത്? ശൈത്താൻ അതാ ആഗ്രഹിക്കുന്നത്. ശിർക്ക് ചെയ്തു, ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കും. ശൈത്താൻ അതാ നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഒഴിവാക്കി കൊടുക്കും. അപ്പോ ശൈത്താൻ പിന്നിക്കുന്നു. ഇതാണ് പോന്നാല് വീണ്ടും ഉപദ്രവിക്കാൻ വരും, അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ വീണ്ടും പോയി കെട്ടും. ശിർക്കിലിങ്ങനെ ഉറപ്പിച്ച് നിർത്തും. ആദ്യം 100 കൊടുത്തത് മാല കൊടുക്കും, പിന്നെ അവിടുന്ന് പ്രത്യേകം വിളിച്ച് അയപ്പിച്ച് വീണ്ടും കൊണ്ടേ കൊടുക്കും. ഇതിനിങ്ങനെ ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്താൻ അവനെങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ആത്മീയമായ വഴി എന്താണ് ശൈത്താൻ രക്ഷപ്പെടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലി കയറുക, ശൈത്താൻ ഉണ്ടാവില്ല. ഖുർആൻ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിയകലും. രാത്രി നിങ്ങളെ കയ്യിൽ ഊതി ആയത്തുൽ കുർസി ഊതി തടവിയാൽ എന്നിട്ട് കടന്നുറങ്ങിയാൽ ശൈത്താന്റെ ചെറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. രാവിലെ വരെ അള്ളാഹുവിന്റെ ഒരു മലക്കിനെ അള്ളാഹ് കാവലാക്കി നിർത്തും. അള്ളാഹിന്റെ മലക്കിനെ അള്ളാഹ് കാവലാക്കി നിർത്തും. കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കൊണ്ട് ഓടല്ലേ വേണ്ടത്, പിന്നെന്താ വേണ്ടത്? സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈനിയും ഊതി തടവി കൊടുക്കുമായിരുന്നു. ഹസനും ഹുസൈനും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തിന്? ഇത്തരം പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ചെയ്യേണ്ടത്, അതാണ് വേണ്ടത്. ആത്മീയ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളെ ശക്തി അള്ളയാണ്, അള്ളാഹുവാണ് ശക്തി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിന്റെ അർത്ഥം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. എന്തിനാ ശരണം തേടുന്നത്? ഒരു ഉപദ്രവമില്ലാത്ത ആൾക്ക് ശരണം തേടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഉപദ്രവമുണ്ട്. അതിന് അഊദ് കൊണ്ട് ശരണം തേടണം, അഊദ് കൊണ്ട് ശരണം തേടണം, അല്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് രാവിലെ 3 തവണ ഒരാൾ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം വരെ ഒരു ഷർറും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഖാല റസൂലുള്ളാഹി. വൈകുന്നേരം ഒരാൾ പ്രാർത്ഥിച്ചാല് രാവിലെ വരെ ഒരു ഷർറും ഉണ്ടാവില്ല. മനസ്സിലായോ? നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊന്നും നീങ്ങാനേ ഒരു നാണയത്തുട്ട് പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല തഖ്വ മതി, നല്ല ഇഖ്ലാസ് മതി. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ഇത് പോകുമ്പോഴാണ് പേടി. പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? തഖ്വ പെടുന്നാണ് പോയി, അപ്പൊ ആകെ ബേജാറാണ്, അപ്പൊ കൊണ്ടുപോകണം, എവിടെയെങ്കിലും കൊണ്ടുപോയി പരിഹാരം കിട്ടട്ടെ. തഖ്വയുള്ള ആളാണ് എന്ത് ചെയ്യുക? അല ഇന്ന ഔലിയ അല്ലാഹ്, അള്ളാഹുവിന്റെ വലിയകൾ ലാ ഖൗഫുൻ അലൈഹിം, ഒരു ഭയമില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അല്ലദീന ആമനു, അവർ വിശ്വാസികളാണ്, വകാനൂ യത്തഖൂൻ, മുത്തഖീങ്ങളാണ്. അല്ലെ, വുളു എടുത്താല് ശൈത്താൻ മാറി നിന്നു, നിസ്കരിക്കുമ്പോ ശൈത്താൻ മാറി നിന്നു, ബാങ്ക് കേൾക്കുമ്പോ ശൈത്താൻ ഓടിയകലാണ്. ഇന്ന് എന്തൊക്കെ അല്ലെ, മറ്റെന്താ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ആ മൂലക്കര കുപ്പിനെ കുഴിച്ചിട്ടുള്ളതെന്ന് പറയും. ശൈത്താനെ തൃപ്തിപ്പെടുത്തി, ശൈത്താനെ നമ്മൾ തൃപ്തിപ്പെടുത്തി. അതല്ല വേണ്ടത്. ഒരു കാഹിനിന്റെ, ഒരു ജ്യോത്സ്യന്റെ, ഇത്തരം ആളുകൾ വേലകൾ ചെയ്യുന്നവരാരാണെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെട്ടാലും അവരെടുത്ത് പോയാൽ മതി. അവർ പറയുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനെയൊക്കെ, അവർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിശ്വസിച്ചാൽ മതി. 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. 40 ദിവസത്തെ നിസ്കാരം. സഹോദരന്മാരെ, അതുകൊണ്ട് തഖ്വ എന്ന് പറഞ്ഞാല് വെറും പീടി കൊടുക്കാൻ 5 റുപ്യ പിന്നെ കൊടുക്കാത്തത് പിന്നെ കൊടുക്കാന്ന് വിചാരിച്ചു, ഇനി അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ അത് മാത്രമല്ല തഖ്വ പോവുക എന്ന് പറഞ്ഞാല്. ആദ്യം തഖ്വ പോവുക വിശ്വാസത്തിനാണ്. അവിടുത്തെ തഖ്വനെ നമ്മൾ സൂക്ഷിക്കണം. ആ തഖ്വ പോയി കഴിഞ്ഞിട്ട് വേറെ എന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അടുത്തൊരു കാര്യം, നമ്മൾ മുത്തഖീങ്ങളായി സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാൽ ഖുർആൻ പറയാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എളുപ്പമാക്കി തരും. ഇങ്ങനെ ബോധ്യപ്പെടും നമുക്ക്. അല്ലാഹു എളുപ്പം ആക്കി തരും. എന്തെല്ലാം നമ്മൾക്ക് ആവശ്യങ്ങളുണ്ടോ, കെട്ടിക്കൊടുക്കലുകളുണ്ടോ, അതൊക്കെ പടച്ചവൻ നമ്മൾക്ക് എളുപ്പമാക്കി തരുന്നുണ്ട്. ഓരോന്നും ഓരോ ഖുതുബയായി വിശദീകരിക്കാനുള്ളതാണ്, നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് അള്ളാഹു ഉപജീവനം കൊടുക്കും. മനുഷ്യന്മാർക്ക് എവിടെയാണ് തഖ്വ പോകാറുള്ളത്? എന്താണോ നമ്മളെ വീക്ക്നെസ്, ആ വീക്ക്നെസ്സിലാണ് അള്ളാഹു നമ്മളോട് കാര്യം പറയുന്നത്. മനുഷ്യന്മാർക്ക് എവിടെ തഖ്വ പോവുക? ഉപജീവനത്തിലാണ് തഖ്വ പോവുക. ഹറാമിനെ അങ്ങോട്ട് വന്നിങ്ങോട്ട് വീഴുന്ന സമയത്ത് 10 ലക്ഷം റുപ്യ അക്കൗണ്ടിലുണ്ട്, അതിന് കുറെ കാലം അവിടെ കടന്നിട്ട് 1.5 ലക്ഷം റുപ്യ പലിശ കയറിയിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആകാന്ന് വിചാരിച്ച് അവസാനം കൊണ്ട് വലിക്കുന്ന സമയത്ത് ഒരു 1 ലക്ഷത്തിന് റുപ്യ ആവശ്യമുണ്ട്, അതാണ് വലിച്ചിട്ട് പിന്നീടാണ് കൊടുക്കാനാണ് തീരുമാനിക്കും ചിലപ്പോൾ ചില ആൾക്കാർ. മനസ്സിലായോ? ശരിക്കും ശ്രദ്ധിക്കണം. അക്കൗണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ എത്ര സൂക്ഷ്മത പാലിക്കുന്ന ആളും ആ പലിശന്റെ വശത്തിലൂടെ കയറിപ്പോവും. അല്ലെങ്കിൽ ഒരു ഹറാമായ സമ്പാദ്യം നമ്മൾക്ക് വരുന്നുണ്ട്, ബിസിനസിന്റെ രംഗത്ത് ഇടപെടുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ബിസിനസ് മേഖലയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ, മനസ്സിലായോ? ഹറാമിലൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എവിടെയുള്ളൂ. അതിനൊന്നും പര്യവസാനം ഉണ്ടാവില്ല, നല്ല പര്യവസാനം ഉണ്ടാവില്ല. നല്ല ശ്രദ്ധിക്കണം. എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു പറയുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അതാണ് ഒഴിവാക്കിയിട്ട് സൂക്ഷ്മത പാലിച്ച് മാറി നിന്നാല് യജ്അൽ ലഹു മഖ്റജ, വേറെ വഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഓൻ വിചാരിക്കാത്തതുകൊണ്ട് അല്ലാഹുവിന് കൊടുക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ വിചാരിച്ചോടുകൂടി നമുക്കിത് കിട്ടിയത്. നമ്മൾ ചെറുതായ സമയത്ത് വാപ്പ വലുതാക്കുന്ന സമയത്ത് ഇവനൊരു ബിസിനസ്സുകാരനാകും എഴുതി വെച്ചിരുന്നു, അല്ലെങ്കിൽ ഇവനൊരു മാഷാകും, ഇവനൊരു ഗൾഫുകാരനാകും എഴുതി വെച്ച്. നമ്മളെ റിസ്ക് ആരാ നമുക്ക് നിർണ്ണയിച്ചു തന്നത്? ഇവിടെ 50 ആളുണ്ടെങ്കിൽ 100 ആളുണ്ടെങ്കിൽ 100 ആൾക്ക് 100 റിസ്ക് അല്ലേ? ആരാ ഈ റിസ്ക് തന്നത്? ഈ നാളെ നമ്മളെ റിസ്ക്കിന്റെ വഴി മുട്ടുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എത്ര ആൾ ഗൾഫിൽ നിന്ന് നിർത്തിപ്പോന്നു? ഒരു പ്രയാസമില്ലാതെ ആഡംബരമായി പോണതിന്റെ ഇടയ്ക്ക് ഒരൊറ്റ നിയമത്തിലൂടെ കുറെ ആൾക്കാരാണ് പോകുന്നില്ലേ? പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ നമ്മളെ റിസ്ക് നമ്മളെ കയ്യില അല്ല, റിസ്ക് തരുന്നത് അള്ളയാണെന്നുള്ള ആത്യന്തിക ബോധം മനസ്സിനെ ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ ചില കാരണങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ ഒരു ഹറാമിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ മാറി നിന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. തഖ്വ ഉണ്ടാകുകയും അള്ളാഹിന് ഇഷ്ടം കിട്ടുകയേ ചെയ്യുള്ളൂ. അള്ളാഹ് പറയാണ്. എന്നാലോ അങ്ങനെ നിങ്ങൾ മാറി നിന്നാല് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വേറൊരു വഴി കൂടെ അള്ളാഹ് നിങ്ങൾക്ക് തരും. കാരണം ഈ വഴി നിങ്ങൾ വിചാരിച്ചൊന്നല്ല, മനസ്സിലായോ? വിചാരിച്ചതെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ റിസ്ക് ഈ പോണ തന്നെയാണ്, ദീകുടി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ഹറാമെന്ന് നമ്മൾ മാറി നിൽക്കാതിരിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ അള്ളാഹ് നമ്മളെ പാപങ്ങൾ പുറത്തു തരും. തഖ്വയാണോ മുത്തഖിയാണോ അള്ളാഹ് പാപങ്ങൾ വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅ്ലിം ലഹു അജ്റ, അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. മാത്രമല്ല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, തഖ്വ ഉണ്ടെങ്കിലേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, നമ്മളെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. 10ാമത് അള്ളാഹ് പറയാണ് തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ, ആ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗം അത് ഞാൻ അനന്തരമായി കൊടുക്കുന്നത് മൻ കാന തഖിയ്യാ, എന്നെ സൂക്ഷിച്ച് ജീവിച്ചവർക്കാണ്. വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, സ്വർഗ്ഗം അടുക്കുക വിശ്വാസികൾക്ക് മുത്തഖീങ്ങൾക്കാണ് എന്നാണ്. അത്തരം വിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم دمر أعداء الإسلام، اللهم دمر كيدهم، اللهم اجعل كيدهم في نحورهم ولا في نحور المسلمين يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، والحمد لله رب العالمين. صلى الله عليه وسلم.